നമസ്കാരം. വർത്തമാന കേരളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് കാണാം. അത് കണ്ടതിന് ശേഷം നമുക്ക് ഇത് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അല്ല, അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ. അയ്യോ, എനിക്കറിയത്തില്ല. മീഡിയ വൺ വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. താങ്ക് യു. വാട്ട് ഇസ് റോങ്? എന്തോന്ന് പോലും? നിങ്ങൾ എന്താ ചോദിച്ചേ? അതല്ല, സഹമന്ത്രി സ്ഥാനം. അതിനെന്താ കുഴപ്പം? സർ, MP-ക്ക് എല്ലാ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ? സന്ദർശനത്തിലെ രാഷ്ട്രീയമൊന്നുമില്ല. എന്ത് മോശപ്പെട്ട ചോദ്യമാണത്. നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങൾ എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല. എൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ തന്നെയാണ് അത് സത്യസന്ധമായി അതിൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്ക് അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടത്. അല്ല, അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതൊന്നും ഒരു ആടയാഭരണമല്ല. ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിൻ്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ. കണ്ടല്ലോ ആ വീഡിയോ. അതായത് ബഹുമാന്യനായ തൃശ്ശൂരിൻ്റെ MP, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു അക്കൗണ്ട് തുറന്ന സിനിമാ താരമായ സുരേഷ് ഗോപി, അദ്ദേഹം കഴിഞ്ഞ ദിവസം മീഡിയ വൺ ലേഖകൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കുന്നത് എന്താ, അതായത് കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനമല്ലേ കിട്ടിയത്, ക്യാബിനറ്റ് മന്ത്രി കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 8 മന്ത്രിമാരുടെയും 10 മന്ത്രിമാരുടെയൊക്കെ പിൻബലം എനിക്ക് വേണം. സുരേഷ് ഗോപിയുടെ മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ച വഴിക്ക് സുരേഷ് ഗോപി ശുഭിതനായിക്കൊണ്ട് മീഡിയ വണ്ടെ ലേഖകനോട് നിങ്ങൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻസി എങ്ങനെ അനുസരിക്കുന്ന ആളുകളാണെന്നൊക്കെ ചോദ്യം. യഥാർത്ഥത്തിൽ ആ ചോദ്യം കേട്ടപ്പോൾ സുരേഷ് ഗോപിയുടെ ഉള്ളിൽ കിടക്കുന്ന ആ വിഷപ്പാമ്പ് തല ചെറുതായിട്ടൊന്ന് ഉയർത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമ ചാനല് കേരളത്തിലെ മാധ്യമം ദിനപത്രം, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വാർത്താ മാധ്യമ സ്ഥാപനം ആയതുകൊണ്ട് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മീഡിയ വണ്ണിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംഖ്യകളും കൃസംഖ്യകളും ഒക്കെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ നമ്മൾ നിരന്തരമായി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മീഡിയ വൺ എന്താന്നുള്ളത് അറിയാം. പക്ഷെ നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു നല്ലൊരു മാധ്യമ സ്ഥാപനമാണ്. കാരണം വളരെ ഭംഗിയായി സത്യസന്ധമായി വാർത്ത അവതരിപ്പിക്കുന്ന, നല്ല ഗംഭീരമായ ഭാഷാ ചാതുര്യം കൊണ്ടൊക്കെ പുതിയ തരത്തിലൊക്കെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കേരളത്തിലൊരു മാധ്യമ സ്ഥാപനമാണത്. എന്നാൽ ആ മാധ്യമ സ്ഥാപനം കഴിഞ്ഞ BJP സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ അതിൻ്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് വളരെ മാസങ്ങളോളം ചാനൽ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യയുടെ ജനാധിപത്യം, അതായത് സുരേഷ് ഗോപി പറഞ്ഞ ഭരണഘടന, ആ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ ആ ഭരണഘടനയുടെ വിജയം, ഇന്ന് തെരഞ്ഞെടുപ്പിൽ ഭരണഘടന വിജയിച്ചു, നരേന്ദ്രമോദി തലയിലൊക്കെ എടുത്ത് വെച്ച് ഭരണഘടന തിരുത്തും, ഭരണഘടന മാറ്റി എഴുതും എന്നൊക്കെ പറഞ്ഞ അതേ ഭരണഘടന തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലയിൽ എടുത്ത് വെക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ ഭരണഘടനയുടെ വിജയമായിക്കൊണ്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രക്ഷേപണം ആരംഭിച്ച ഒരു മാധ്യമ സ്ഥാപനമാണ്. പക്ഷെ ആ മാധ്യമ സ്ഥാപനത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാർഷ്ട്യ മനോഭാവം, സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യ മനോഭാവം, അത് ഇന്ന്
അദ്ദേഹം തളി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ EK നായനാരുടെ വസതിയിൽ പോയി ശാരദ ടീച്ചറൊക്കെ കണ്ട് വന്നതിന് ശേഷമൊക്കെ നടത്തുന്ന ഒരു അഭിമുഖത്തില് മനോരമയുടെ ലേഖകൻ ചോദിക്കുകയാണ്, താങ്കളുടെ ഈ സന്ദർശനത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ച വഴിക്ക് അദ്ദേഹത്തോടും തട്ടിക്കയറുന്നത്, അതായത് ഞങ്ങൾ എൻ്റെ പിന്നാലെ കുറെ നാളായി നടക്കുന്ന, നിങ്ങൾ എക്സിറ്റ് പോൾ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാം, നിങ്ങൾ ആ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള രൂപത്തിൽ സുരേഷ് ഗോപി സംസാരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. സത്യത്തില് സുരേഷ് ഗോപിനോട് പറയാനുള്ളത്, തൃശ്ശൂരിലത്തെ ജനങ്ങൾ കട്ടകലിപ്പന്മാരാ. കട്ടകലിപ്പന്മാരെന്ന് പറഞ്ഞാൽ ഡഗടിയ നമ്മൾ സ്നേഹിച്ച നക്കിക്കൊല്ലുട്ടാ, അതല്ലെങ്കിൽ നമ്മൾ ഞെക്കിക്കൊല്ലുട്ടാ എന്നൊരു സ്റ്റൈൽ ഉപയോഗിക്കുന്ന, ആ മുട്ട പൊട്ടി മേപ്പെട്ട പോയി എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈലുള്ള ആളുകളാണ് തൃശ്ശൂർക്കാര് അത്ര പമ്പര വിഡ്ഢികളായതുകൊണ്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സുരേഷ് ഗോപിക്കുണ്ട്. എങ്കിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകര് അവര് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു തൂണാ, 4ാം തൂണുകാരാണ് അവര്. ആ 4ാം തൂണുകാരായ അവര് ചോദിക്കുന്ന ചോദ്യമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന, ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വെളറി പൂണ്ട് ശുഭിതനായി മറ്റേ ചേച്ചിയുടെ പോലെ, ഏത് ചേച്ചിയുടെ പോലെ, നമ്മുടെ സ്മൃതി ഇറാനി ചേച്ചിയുടെ പോലെ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ചേട്ടാ താങ്കളൊന്ന് മനസ്സിലാക്കിക്കോ, തൃശ്ശൂരിന്റെ ജനത അടുത്ത 5 കൊല്ലം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വരും, പൊടി തട്ടിയിട്ട് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ ഇവിടെ നാട്ടിപ്പായിപ്പിക്കുന്ന ഒരു സീൻ കാണേണ്ടി വരും. താങ്കളപ്പോൾ കുറച്ച് ഈ മാധ്യമപ്രവർത്തകരെ ചോദ്യങ്ങൾക്ക് അതിന് കഴിയില്ല എങ്കിൽ താങ്കളുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന പോലെ 10 കൊല്ലമായിട്ടും ഒരു മാധ്യമപ്രവർത്തകന്റെ മുഖം നോക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഒരു ചർച്ച നടത്താതിരിക്കുക, സംവാദങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുക, മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കുക, മൗനം അവലംബിക്കുക. അതല്ലെങ്കിൽ ഡഗഡിയ തൃശ്ശൂർക്കാർ ഭയങ്കര പ്രശ്നം ഇട്ടാ, തൃശ്ശൂർക്കാർ പൊട്ടന്മാരാന്ന് വിചാരിക്കണ്ടട്ടാ എന്നുള്ള ഒരു ഡയലോഗ് തൃശ്ശൂർക്കാരുടെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വരും. താങ്കളുടെ ഈ അഹന്ത, താങ്കൾ ആരാ, താങ്കൾ ഇങ്ങനെ ഭയങ്കരമായ വലിയ സിനിമ സ്റ്റൈലിലൊക്കെ അങ്ങനെ ആ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണെന്നാണോ താങ്കൾ കരുതിയിട്ടുള്ളത്? സിനിമയിലൊക്കെ കാണുന്ന പോലെയാണെന്നാണോ താങ്കൾ കരുതിയിട്ടുള്ളത്? അത് സിനിമ, അത് വേറൊരു ലോക. പക്ഷെ ഇത് യാഥാർത്ഥ്യ ജീവിതത്തിൽ താങ്കൾ ആ ഒരു ധാർഷ്ട്യ മനോഭാവം, ആ ഒരു ആഠ്യ മനോഭാവം, ആ തമ്പ്രാൻ മനോഭാവം മാറ്റിവെക്കുക. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുക, ഇഷ്ടമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കുക, അതാണ് അവരുടെ പരിപാടി. നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഗോദി മീഡിയകളെ പോലെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളെ സന്തോഷിപ്പിച്ച് നിങ്ങൾ പാലൂട്ടി രാവി നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഗോദി മീഡിയ അല്ല ഇത്. അവർ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കും, താങ്കൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയാതെ, അല്ലെങ്കിൽ ഞാൻ പരിശോധിച്ചിട്ട് പറയാന്നുള്ള പറയാതെ, അല്ലാതെ നിങ്ങൾ മീഡിയ 1 അല്ലേ, നിങ്ങൾ മറ്റവരല്ലേ, നിങ്ങൾ കുറേ നാളായി എൻ്റെ പിന്നാലെ നടക്കണം അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആ ധാർഷ്ട്യ മനോഭാവം, ആ അഹങ്കാര മനോഭാവം താങ്കൾ കാണിക്കാതിരിക്കുക. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ ജനങ്ങൾ താങ്കളെ അടുത്ത 5 വർഷം കഴിഞ്ഞ് താങ്കൾ വീണ്ടും വരുമ്പോൾ അത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുക എന്നുള്ളത് താങ്കൾ കണ്ട് മനസ്സിലാക്കും. സ്മൃതി ചേച്ചിയുടെ പോലെ സ്മൃതി ഇറാനി മോഡൽ ഫയറ്റ്, സ്മൃതി ഇറാനി അമേഠിയിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ രൂപത്തിൽ കേരളത്തിൽ തൃശ്ശൂരിൻ്റെ മണ്ണിൽ വർഷങ്ങളോളമായി ജനങ്ങൾക്കിടയിൽ ഇടപഴകി ആ മോഡലൊക്കെ സ്വീകരിച്ച് താങ്കൾ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ സ്മൃതി ചേച്ചിയുടെ അഹങ്കാരത്തിൻ്റെ ആ ഒരു ലൈനും കൂടി താങ്കൾ കാണിക്കാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.